കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞതോടുകൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു ആരാണ് എന്ന വിഷയമാണ്. യേശുവിന്റെ ഗിരിപ്രഭാഷണം നയപ്രഖ്യാപനത്തിൽ യേശു പറയുകയാണ്, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അത് യേശുവാണ്. പക്ഷെ യേശു ആരാണെന്ന് തെളിയിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഇടയാക്കുന്നതിനായി സ്തോത്രം. ഒന്ന്, യേശു പാപമോചകനാണ്. രണ്ടാമതായിട്ട് 2-ാം അധ്യായത്തിൽ മത്തായി പറയുന്നു, യേശു ക്രിസ്തു രാജാവാണ്. രാജാവാകുമ്പോൾ രാജ പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ വിളംബരമാണ് 3-ാം അധ്യായത്തിൽ കാണാനായി സാധിക്കുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിനെന്ന് ദൈവദാസനായിരിക്കുന്ന യോഹന്നാൻ പ്രസംഗിക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. രാജാവിന് വഴിയൊരുക്കാനായി വന്ന വ്യക്തിയാണ് യോഹന്നാൻ എന്ന് നമുക്ക് കാണാനായി സാധിക്കുന്നു. ഈ രാജാവിന്റെ നയപ്രഖ്യാപനത്തിൽ ദൈവദാസനായിരിക്കുന്ന യോഹന്നാൻ പറയുന്ന കാര്യം എന്നാ ചോദിച്ചാൽ, പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞ് ദൈവദാസനായ യോഹന്നാൻ പ്രസംഗിക്കുകയാണ്. യോഹന്നാൻ യഹൂദന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ കഴിയണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുക. അന്നിച്ച് പറയുന്ന കാര്യം എന്നാ ചോദിച്ചാൽ, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ നിങ്ങൾ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന്റെ കൊച്ചുമക്കളായ ഈ യഹൂദന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ സർപ്പസന്തതികളാണ്, പിശാചിന്റെ മക്കളാണെന്നാണ് ദൈവദാസനായിരിക്കുന്ന യോഹന്നാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രാജാവിന്റെ രാജ്യത്ത് പ്രവേശിപ്പാൻ സാധിക്കുകയില്ല. ഈ രാജ്യത്തിൽ പ്രവേശിപ്പാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടേ മതിയാകൂ എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണമെന്ന്. എന്നാൽ യേശു ക്രിസ്തു യോഹന്നാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ, തടവിലായപ്പോൾ, ആ വിവരം അറിഞ്ഞപ്പോൾ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. മർക്കോസ് 1:15 കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് യേശു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസും പൗലോസും അതിയായിരിക്കുന്ന പ്രസംഗിക്കാനായിട്ട് തുടങ്ങി, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറയുവാനിടയായി. മുൻപോട്ട് പോകട്ടെ, ദൈവദാസനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. കൽപ്പനയാണ് മാനസാന്തരം എന്ന് പറയുന്നത്, കൽപ്പനയാണ്. ഒരു മനം തിരിവിന് വേണ്ടി ദൈവം ലോകത്തോട് കൽപ്പിക്കുന്ന രംഗമാണ് നമുക്ക് ദർശിപ്പാനായിട്ട് സാധിക്കുന്നത്. അതാണ് രാജപ്രഖ്യാപനം, വിളംബരം. ആദാമും ഹവ്വായും ദൈവത്തെ നേർക്കുനേരെ കണ്ട് സംസാരിക്കുന്ന രംഗമായിരുന്നു. അത് എന്ത് സന്തോഷമായിരിക്കുന്ന അവസ്ഥയായിരുന്നു. ദൈവം ഇറങ്ങി വന്ന് ആദാമിനോടും ഹവ്വയോടും നേരിട്ട് സംസാരിക്കുക. അവര് ദൈവമായിട്ട് സംഭാഷിക്കുകയാണ്. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച് അവർ സന്തോഷിക്കുകയാണ്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എന്നിരുതാത്ത പഴം പറിച്ച് തിന്നു കഴിഞ്ഞപ്പോൾ ആദാമും ഹവ്വായും പുറംതിരിഞ്ഞ് ഓടുകയാണ്. അവർ ഓടുകയാണ്. കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ അഭിമുഖമായി സംസാരിപ്പാൻ കഴിയാതെ ഓടുന്ന രംഗമാണ് കാണാനായി സാധിക്കുന്നത്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാൻ കഴിയാത്തതിന് കാരണം പാപമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ആ ഓടുന്ന ഹവ്വമാരെ ദൈവം വിളിക്കുകയാണ്, ആദാമേ നീ എവിടെ? ഇതാണ് ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള കാര്യം. ദൈവത്തെ വിട്ട് ഓടുന്ന വ്യക്തിയെ നീ ദൈവത്തിലേക്ക് മടങ്ങുക. അതാ യഥാർത്ഥമായ ഒരു മാനസാന്തരം എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനം തിരിയുമെങ്കിൽ എന്നാണ് പ്രവാചകൻ പറയുന്നത്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുവാനാണ് ദൈവം ആഹ്വാനം ചെയ്യുന്നത്. ഈ രാജാക്കന്മാരെന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകത എന്താണ് ചോദിച്ചാൽ, രാജപ്രഖ്യാപനം നടത്തുമ്പോൾ രാജാവിന്റെ ആഹള ധ്വനിയോടുകൂടിയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. അല്ലെങ്കിൽ വാളെടുത്തുകൊണ്ടാണ് അവർ ഇറങ്ങി വരുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ വാളെടുത്തുകൊണ്ടല്ല അവൻ വരുന്നത്, അത് കാഹളം ധ്വനിപ്പിച്ചുകൊണ്ടല്ല അവൻ വരുന്നത്. അവൻ തന്നെ താഴ്ത്തി ദൈവദാസനായ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാനാവുന്നത്. ആ സമയത്ത് സ്വർഗം പ്രഖ്യാപിക്കുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അതിൽ നിന്നൊരു സത്യം അറിയാം. കർത്താവിന്റെ സന്നദ്ധിയിൽ വിശ്വാസ സ്നാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തി തികച്ചും ദൈവശബ്ദം കേൾക്കും. ദൈവം അവനെ കുറിച്ച് പറയുക, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാ സ്നാനം എന്ന് പറയുന്നത്. വിശ്വാസ സ്നാനം കത്തോലിക്ക ബൈബിളായിരിക്കുന്ന മാണിക്കത്തനാർ എഴുതിയ ബൈബിൾ നാം പഠിക്കുകയാണെങ്കിൽ
അതിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. മറ്റു ബൈബിളിലൊക്കെ സ്നാനം വെക്കുന്നവൻ മാത്രമേ ഉള്ളൂ. എന്നാൽ മാണിക്യത്തിലുള്ള ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതിനർത്ഥം എന്നാ? ജ്ഞാനത്തോടുകൂടെ. എന്താ ജ്ഞാനം? യേശു രക്ഷകൻ, യേശു എന്റെ പാപത്തിന്റെ വിമോചകൻ, അവന്റെ രാജാവ് എന്ന് ജീവിതത്തിൽ ഏറ്റുപറയാൻ മനസ്സുള്ളവന്, കഴിയുന്നവന് മാത്രമേ സ്നാനമേൽക്കാൻ പറ്റൂ എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. നാം ദൈവത്തിൽ കാണാൻ സാധിക്കുന്ന എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തു രാജാവാണ്. 110 സങ്കീർത്തനം വായിക്കുന്നു, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. അവൻ വിസ്താരമായ ദേശത്തിലെ തലവരെ തകർത്തു കളയും, അവന് വഴിയരികുള്ള തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവൻ തല ഉയർത്തും എന്ന് കാണാനായി സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, യേശു ക്രിസ്തു 1-ാം അധ്യായത്തിൽ ആരാണ്? യേശു രക്ഷകനാണ്, പാപ മോചകനാണ്. 2-ാം അധ്യായത്തിൽ യേശു രാജാവാണ്. 3-ാം അധ്യായത്തിൽ യേശുവിന്റെ നയപ്രഖ്യാപനമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇനി 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ രാജ്യത്വം എങ്ങനെയായിരിക്കും എന്നാണ് അവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഉടനെ സാത്താൻ വന്നിച്ച് പറയുകയാണ്, നീ രാജാവെങ്കിൽ അല്ലെങ്കിൽ ദൈവോത്രമെങ്കിൽ വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാം, ഈ കാണുന്നൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നതായി നമുക്ക് കാണാനായി സാധിക്കുന്നു. ഈ കാണുന്നൊക്കെ ഞാൻ നിനക്ക് തരാം, നീ എന്തിനാ ഈ കുശി ഭരിക്കാൻ പോകുന്നേ? നീ എന്തിനാ ഈ കഷ്ടപ്പെടാൻ പോകുന്നേ? നീ എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നേ? രാജ്യം യഥാസ്ഥാനത്ത് ഈ രാജ്യം, ഈ കാണുന്നൊക്കെ ഞാൻ നിനക്ക് തരാം, നീ വീണ് എന്നെ നമസ്കരിച്ചാൽ മതി. യേശു പറയുകയാണ്, പിശാചുകൾ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ വീണാരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ രാജാവിനെതിരെ ശത്രു ഒരുക്കുന്ന പദ്ധതികളാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, രാജാവായ ദൈവത്തോടുകൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിനും ഈ ലോകത്തിൽ സാത്താൻ പരീക്ഷ കൊണ്ടിടും. എന്തിനാണെന്നറിയാമോ? ഈ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവിടുന്നത് ഈ രാജ്യത്തിൽ നിന്ന് നമ്മെ അകറ്റി മാറ്റാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് നോക്കുമ്പോൾ യേശുവിനെ പോലും പിശാച് വെറുതെ വിട്ടില്ല. അതെ, നിനക്ക് രാജാവാകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇതൊക്കെ ഞാൻ നിനക്ക് തരാം, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ മതിയെന്ന്. കുറുക്കുവഴി പലപ്പോഴും ദൈവജനത്തിന്റെ ഇടയിൽ പിശാച് കൊണ്ടുവന്ന് ഇടാറുണ്ട്. ചില സ്ഥാനത്തിനു വേണ്ടി, ചില മാനത്തിനു വേണ്ടി, ചില അംഗീകാരത്തിനു വേണ്ടി അനേക സൂത്രങ്ങളും തന്ത്രങ്ങളും വരയുമ്പോൾ ഒരു കാര്യം ഓർത്തോളം, അത് സാത്താന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവകൃപയിലേക്ക് കടന്നു വരുവാന്നൊക്കെ ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് രാജാവാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 6 മുതലുള്ള വാക്യം വായിച്ച് ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു, നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധയും ശുഭവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. കർത്താവായ യേശുവിനോടുകൂടെ കാന്തയായ സഭ, കർത്താവിനോടുകൂടെ ഈ ലോകത്തെ ഭരിക്കുന്ന ആ നല്ല സുദിനത്തെ ദർശിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു ആര്? യേശു പാപമോചകൻ. യേശു ആര്? യേശു രാജാവ്. യേശു ആര്? ആ രാജാവിന്റെ നയപ്രഖ്യാപനം, ആ രാജാവിനെതിരെ ശത്രു ഒരുക്കുന്ന പദ്ധതികൾ, അതെ നമുക്ക് മനസ്സിലാക്കാം. അതെ, മനസ്സിലാക്കിക്കൊണ്ട് നല്ല വീട് പണിയുവാൻ, അതെ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.